ലൂക്കോസ് എത്തിയ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കാക്കൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിപ്പാൻ കഴിയാതെ മൗനമായിരിക്കും. സഖരിയ പുരോഹിതനോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന വാക്കുകളാണിത്. വാർദ്ധക്യത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമോ എന്ന സംശയത്തോടെ ഗബ്രിയേൽ ദൂതനോട് സംസാരിക്കുന്ന സഖരിയാവിനോടാണ് ഈ വാക്കുകൾ ഗബ്രിയേൽ ദൂതൻ പറയുന്നത്. തക്ക സമയത്ത് നിവർത്തി വരുവാനുള്ള എൻ്റെ ഈ വാക്ക് വിശ്വസിക്കായ്ക കൊണ്ട് സഖരിയാവ് ഗബ്രിയേൽ ദൂതന്റെ വാക്ക് വിശ്വസിക്കായ്ക കൊണ്ട് മൗനമായി ഊമനായി പാർക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കാമോ? ദൈവസന്നിധിയിൽ അടിയുറച്ച വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ പല പ്രശ്നങ്ങളും പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതങ്ങളെ മുക്കിക്കളയുന്നത്? വിശ്വാസമുണ്ട് എങ്കിൽ, കർത്താവിൽ അടിയുറച്ച വിശ്വാസമുണ്ട് എങ്കിൽ ഏതൊരു പ്രശ്നത്തെയും അതിജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകും, അവിടുന്ന് തുണ നൽകും. അവിശ്വസിച്ചാൽ നാം അതിൻ്റെ അനന്തരഫലം ദോഷങ്ങളായി ക്ലേശങ്ങളായി നമ്മുടെ ജീവിതത്തിൽ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നുണ്ട്, കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. നമ്മുടെ പ്രാർത്ഥനയാകട്ടെ അത്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ, അല്പവിശ്വാസികളായ അവിശ്വാസികളായ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. ആമേൻ.